ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് 2024 ഒക്ടോബർ ബാച്ചിലെ പബ്ലിക് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസിനോടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ? റിസൾട്ട് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓൾറെഡി മിസ് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 45 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക NIOS എന്നൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ 45 ദിവസം എണ്ണിയിരിക്കുകയായിരിക്കും അല്ലേ? എക്സാം കഴിഞ്ഞിട്ട് ഓൾറെഡി ഡിസംബർ ജാനുവരി ആണ് നിങ്ങളുടെ റിസൾട്ട് വരുന്ന മാസങ്ങൾ, അതായത് ഡിസംബർ ലാസ്റ്റ് ജാനുവരി ഫസ്റ്റ്. പക്ഷേ ഇതുവരെ റിസൾട്ട് ഒന്നും വരാത്ത കാരണം തന്നെ സ്റ്റുഡൻസ് ഒക്കെ കുറച്ച് ടെൻസ്ഡ് ആണ്. അത് കാരണം എനിക്ക് നന്നായിട്ട് മെസ്സേജ് വരുന്നുണ്ട് സ്റ്റുഡൻസ് റിസൾട്ട് എപ്പോഴാണ് വരിക ചോദിച്ചിട്ട്. അപ്പം റിസൾട്ട് ഡിലേ ആവുന്നതിൻ്റെ ഒരു റീസൺ ആയിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാരണം എന്താ? ഇന്നിപ്പോൾ ജാനുവരി 10-ാം തീയതിയാണ് അല്ലേ? ജാനുവരി 10-ാം തീയതിൻ്റെ ഒരു പ്രത്യേകത എന്താ? മിസ് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2025 ഏപ്രിൽ ബാച്ചിലെ എക്സാം എഴുതുന്ന സ്റ്റുഡൻസിൻ്റെ എക്സാം രജിസ്ട്രേഷൻ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ജാനുവരി 10-ാം തീയതി വരെ ഫൈനോടുകൂടെ ഫീസ് അടയ്ക്കാനുള്ള തീയതിയാണ്, ലാസ്റ്റ് തീയതിയാണ് വരുന്നത്. അപ്പോൾ ജാനുവരി 10 കഴിഞ്ഞാൽ ഇപ്പം നാളെ മുതൽ ഏത് ദിവസങ്ങളിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ NIOSൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജാനുവരി 1 എന്ന് പറഞ്ഞ് വരാറുള്ള റിസൾട്ടാണ് ഇപ്പം നിങ്ങൾക്ക് 10-ാം തീയതി ആയിട്ടും വരാതിരിക്കുന്നത്. സോ അതിൻ്റെ മെയിൻ റീസൺ NIOSൽ ഓൾറെഡി ഒരു എക്സാം രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കണമെന്ന് നമുക്ക് അസംഷൻ വെക്കാമെന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഈ ഒരു മാസം തന്നെ റിസൾട്ട് വരും, എന്തായാലും ഈ ഒരു മാസം റിസൾട്ട് വരും എന്നുള്ള രീതിക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം മുമ്പത്തെ റിസൾട്ടുകൾ വന്നിരിക്കുന്നത് എടുത്തു നോക്കിയാലും നമുക്ക് ഈ ഒരു ഒക്ടോബർ ബാച്ചിൻ്റെ റിസൾട്ട് ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജാനുവരി ഫസ്റ്റോ അല്ലെങ്കിൽ സെക്കൻഡോ വീക്കിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പം ഇതൊരു കാരണം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, ഇന്നിപ്പോൾ 10-ാം തീയതി ലാസ്റ്റ് ഫൈനോട് കൂടെ ഫീസ് അടയ്ക്കാനുള്ള തീയതി കൂടെ കഴിഞ്ഞാൽ NIOSൽ ഇനി അടുത്തത് വരാനുള്ളത് 2024 ഒക്ടോബർ ബാച്ചിൻ്റെ റിസൾട്ട് തന്നെയാണ്. സോ നമുക്ക് എന്ത് തന്നെയാണെങ്കിലും പ്രതീക്ഷിക്കാം, ഈ മാസം തന്നെ നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും. ഡിലേ ആവാനുള്ള ഒരു കാരണമെന്ന് നമുക്ക് പറയാനാകുന്നത് ഈ ഒരു എക്സാം രജിസ്ട്രേഷൻ ആണ് 2025 ഏപ്രിൽ ബാച്ചിൻ്റെ. സോ നമുക്ക് എന്തായാലും എല്ലാ സ്റ്റുഡൻസും നല്ല രീതിക്ക് നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സാവട്ടെ എന്ന് മിസ് വിഷ് ചെയ്യാണ്. നിങ്ങൾക്കറിയാലോ, ഇനിയിപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എങ്ങനെ ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക്, അതിൻ്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. NIOSൻ്റെ ഇതുപോലുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇനി നോട്ടിഫിക്കേഷൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നമുക്കൊരു ഓൾ കേരള വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ആ ഒരു വീഡിയോയോ അല്ലെ റീലോ നമ്മൾ ചെയ്തത് അപ്പം തന്നെ അയക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നതാണ് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, എല്ലാവരും അടിപൊളിയായിട്ട് പാസ്സാവട്ടെ. അപ്പം അപ്ഡേഷൻസ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുന്നതിന് നമ്മളെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്